അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡ് ഉണ്ടെങ്കിൽ 5 മിനിറ്റിൽ തന്നെ തട്ടി കൂട്ടിയെടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് വേണ്ട 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് കുറേശ്ശായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. വെള്ളം കുറേശ്ശായിട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കണേ. വെള്ളം കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ നല്ല ടൈറ്റായിട്ട് വേണ്ട, അതുപോലെ നല്ല ലൂസായിട്ടും വേണ്ട കേട്ടോ. കണ്ടോ, ഈ പരുവത്തിൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. ഞാനൊരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒട്ടും ചേർത്തിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് 4 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തും, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതും കൂടെ ഒട്ടും ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയൊരു തക്കാളി, അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് പുറം ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇത്, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയപ്പോൾ ഞാൻ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കട്ടിയിൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ ഒരു ബ്രെഡിനെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, സ്ക്വയറായിട്ട് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രെഡ് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ചട്ടിയിലോട്ട് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിൽ ഒരു പീസ് ബ്രെഡ് ഇതുപോലെ മുക്കിയിട്ട് ചട്ടിയിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടുക, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കിട്ടുക. കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളിലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടം, നല്ല ടേസ്റ്റിയായ സ്നാക്കാണിട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ.